എയർബസിൽ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. ആഭ്യന്തര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UDF സർക്കാർ തുടങ്ങിയ പല പദ്ധതികളും വിവാദത്തിൽപ്പെടുകയും പൊളിയുകയും ചെയ്യുമ്പോഴും തൂഫാന് വലിയ പിന്തുണ ലഭിക്കുവാൻ കാരണം ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ ഉറക്കം കെട്ടിരിക്കുകയാണ് ഈ മയക്കുമരുന്നുകളുടെയും മദ്യത്തിൻ്റെയും പിടിയിലകപ്പെടുമോ തങ്ങളുടെ മക്കൾ എന്ന ആശങ്ക. സർക്കാരിൻ്റെ ഈ ജനകീയ പദ്ധതിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് i2i ന്യൂസ് ആരംഭിച്ച ക്യാമ്പയിന് വലിയ ജനപിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ വീട്ടമ്മമാർ, ഡ്രൈവർമാർ എന്നുവേണ്ട സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ സമീപം ഇത്തരം ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ i2i ന്യൂസിലേക്ക് വിളിച്ചറിയിക്കുകയും ഞങ്ങളത് ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പല വാർത്തകളും അത് നൽകുന്നവരുടെ സുരക്ഷയെ കരുതി ഞങ്ങൾക്ക് നൽകുവാൻ നിവൃത്തിയില്ല. അതുപോലെ പ്രേക്ഷകരുമായി ഇന്ന് ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ള ഒരു സുപ്രധാന കാര്യം, കഴിഞ്ഞ ദിവസം ബംഗളൂരു തിരുവനന്തപുരം സർവീസ് നടത്തുന്ന ഒരു പ്രമുഖ സ്വകാര്യ എയർബസ് സ്ഥാപനത്തിൻ്റെ ഡ്രൈവർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പങ്കുവച്ച ഒരു വിവരം വളരെ ഞെട്ടിക്കുന്നതാണ്. വലിയ എഫേർട്ടില്ലാതെ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനായി ചില ഡ്രൈവർമാരും ബസ് ജീവനക്കാരും മയക്കുമരുന്നിൻ്റെ കാരിയർമാർ ആകുന്നു. ഇത് വലിയ പുതുമയൊന്നും ഉള്ള സംഭവമല്ലെങ്കിലും അവർ എങ്ങനെയാണ് ഇത് കടത്തുന്നത് എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അത് പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്നും തോന്നി. എയർബസിലെ ജീവനക്കാരുടെ അടുത്തെത്തിക്കുന്ന മയക്കുമരുന്ന് പാക്കറ്റുകൾ ഇവർ യാത്രക്കാരുടെ ബാഗിൽ വെക്കുന്നു. യാത്ര ചെയ്യുന്ന ആളുടെ ആ മട്ടും ഭാവവും എവിടെയാണ് അവർ ഇറങ്ങുന്നത് എന്നൊക്കെ നോക്കിയാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്. അവർ ഇറങ്ങുന്നതിന് മുമ്പ് ഈ പാക്കറ്റ് ഇവർ സുരക്ഷിതമായി മാറ്റും. നമുക്കറിയാം, കയ്യിൽ കരുതാവുന്ന ചെറിയ ഹാൻഡ് ബാഗ് അല്ലാതെ വലിയ ബാഗെല്ലാം നമ്മൾ ബസ്സിൽ കയറുന്നതിന് മുമ്പ് ബസ്സിൻ്റെ പുറത്തുള്ള ലഗേജ് ക്യാബിനിൽ വെക്കാനായിരിക്കും ജീവനക്കാരുടെ പക്കൽ നൽകുന്നത്. പലപ്പോഴും ബാഗിൻ്റെ സിബുകൾ നമ്മൾ ലോക്ക് ചെയ്യാറില്ല. ലോക്ക് ചെയ്യാത്ത ഇത്തരം അറകളിലായിരിക്കും ഇവർ സാധനം ഒളിപ്പിച്ചു വെക്കുന്നത്. അഥവാ പിടിക്കപ്പെട്ടാൽ ബസ് ജീവനക്കാർ സുരക്ഷിതരായിരിക്കും. ഈ ബാഗിൻ്റെ ഉടമ കുടുങ്ങുകയും ചെയ്യും. ഞങ്ങളുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ട കാര്യം, ഇത് ബസ് മാനേജ്മെന്റ് അറിയാതെയാണ് സ്റ്റാഫുകൾ ഈ പണി ചെയ്യുന്നത്. അത്യാഗ്രഹികളായ ചില ഡ്രൈവർമാരും ബസ് ജീവനക്കാരും മാത്രമാണ് ഈ പണി ചെയ്യുന്നത്. എല്ലാവരെയും നമുക്ക് അടച്ചു പറയുവാൻ സാധിക്കില്ല. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നാം വളരെ സൂക്ഷിക്കണം. പുറത്തെ ക്യാബിനിൽ വെക്കുന്ന ബാഗുകളുടെ എല്ലാ അറകളും ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇപ്രകാരം ഒരു പണി കിട്ടിയാൽ പിന്നെ അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാ യാത്രക്കാരും ശ്രദ്ധിക്കുക. ഇക്കാര്യത്തിലും ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, കളിയിക്കാവള ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ എയർബസുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ വെറും പ്രഹസനം മാത്രമാണ് നടക്കുന്നത്. വണ്ടി നിർത്തി പേരിന് ഒരു വനിതാ പോലീസ് ഓഫീസർ വണ്ടിയിൽ കയറി ഇറങ്ങിപ്പോകുന്നു. യാതൊരു പരിശോധനയും അവർ നടത്തുന്നത് കണ്ടില്ല. മുകളിൽ നിന്ന് നിർദ്ദേശമുള്ളത് കൊണ്ട് ഒരു വഴിപാട് പോലെ, അത്ര തന്നെ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ കാക്കാമൂല എന്ന സ്ഥലത്ത് നിന്ന് ഒരു വീട്ടമ്മ എന്നെ വിളിച്ചത് കേൾക്കുക. നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസിന്റെ ഒത്താശയോടുകൂടി നടക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെയും മദ്യത്തിൻ്റെയും വിൽപ്പനയെക്കുറിച്ച് അവർ പറയുന്നത് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് സ്പ്രൈറ്റിന്റെ ബോട്ടിലിൽ നിറച്ചുവരെ മദ്യം വിൽക്കുന്നു. ഓർക്കുക, എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കെട്ടിയിട്ടായിരിക്കും ഈ പണികൾ ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പ് സ്ട്രോങ് ആയി നിന്നാൽ ഇത് പൊളിക്കുവാൻ സാധിക്കും. ഇനി ആ വീട്ടമ്മയുടെ വാക്കുകൾ കേൾക്കാം. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ കല്ലിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കാക്കാമൂല എന്ന് പറയുന്നിടത്ത്, ഞങ്ങളുടെ ഈ കാക്കാമൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് സമയവും ഇങ്ങനെ മദ്യവും ശമ്പവും ഇങ്ങനെ ഒഴുകുന്നു. ഞങ്ങളുടെ പയ്യന്മാരെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ചത്താൽ ഞങ്ങൾ ഒന്ന് ബോഡി എടുക്കാൻ പോലും ഇവിടെ ഒരു പയ്യന്മാരെ കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് വിൽക്കുന്നത്. അവരുടെ വീട്ടിലും അവരുടെ കടയിലും ഉണ്ട്. ആരെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് പിടിച്ചുകൊണ്ട് പോകും. കുറച്ച് കഴിഞ്ഞ് വന്ന് വീണ്ടും അവരിത് കണ്ടിന്യൂസ് ആയിട്ട് മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ടുള്ള കച്ചവടമാണ്. എത്ര വർഷം കൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ വിൽക്കുന്നത്? കഞ്ചാവുണ്ടോ? അവിടെ കഞ്ചാവ് ഉണ്ടോന്ന് അറിയില്ല. അവിടെ മദ്യമാണ് കൂടുതൽ വിൽക്കണത്. ആ കാക്കാമൂലിന്ന് റൈറ്റ് കാരിക്കുഴി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ അച്ചു സ്റ്റോർ എന്നും പറഞ്ഞു വരണം. അതിനകത്ത് ശംഭു ചാരായം രണ്ടും ഉണ്ട്. എത്രയോ വർഷം കൊണ്ട് ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. സ്റ്റേഷൻ പോലീസുകാരന്മാർ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നത്, നിങ്ങളെ പറ്റി ഒരുപാട് പരാതികൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം,
എന്ന് ഈ രമണി എന്ന് പറയുന്ന ആളോട് പറഞ്ഞപ്പോൾ ആ രമണി പറഞ്ഞു, സാറേ ഞങ്ങൾ പ്രായമുള്ളവരാണ്, ഞങ്ങൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എസ് ഐ ഇവർക്ക് അനുവാദം കൊടുത്തിട്ട് പോയെന്നാ ഇവിടെ അത്രയും പബ്ലിസിറ്റി ചെയ്തിട്ടേക്കണത്. നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാ? ഞാൻ നിയമ സ്റ്റേഷനിൽ നിയമ സ്റ്റേഷനിൽ എസ് ഐമാർ അത് ചെയ്യും. കാരണം വെച്ചാൽ അവർക്ക് എന്തെങ്കിലും സംതിങ് കിട്ടുന്നുണ്ടായിരിക്കും. വർഷക്കാലം കൊണ്ട് ഇവിടുന്ന് പരാതി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വിളിച്ച് പറയണുണ്ട്, പ്രദേശവാസികൾ വിളിച്ച് പറയണുണ്ട്. എന്ത് പറഞ്ഞാലും അവർ വരും, വെറുതെ വന്നിങ്ങനെ ഒരു അന്വേഷണം നടത്തും. ആ സമയത്ത് അവിടെ നിന്ന് ഇവർക്ക് ഇൻഫോം ചെയ്യും. ഞങ്ങളങ്ങോട്ട് അന്വേഷണം വരണമെന്ന് പറയും, ഇൻഫോം ചെയ്യും. ആ സ്ഥലത്തും സാധനങ്ങളൊക്കെ കയ്യോടും കൂടെ ചാക്ക് കണക്കിനാണ് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത്. 2 പേരെയും ഭാര്യയും ഭർത്താവിനെ മാറി മാറി പിടിക്കും. ഇവര് കാക്കാമൂല ജംഗ്ഷനിലാണ് ശബരി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു തുണിക്കട. അതിനകത്ത് അവിടെ ഒരു തൂലിക എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറുണ്ട്. ഈ പിള്ളേരെല്ലാം പഠിക്കാൻ പോകുന്ന ആ സ്ഥലത്താണ് ഇത് അത്രയും കാട്ടിക്കൂട്ടി. ശബരി ടെക്സ്റ്റൈൽസിനകത്താണ് ഇത് വിൽക്കുന്നത്. അതിനകത്താണ്, തുണിക്കടയുടെ മറവിനകത്താണ് ഈ സംഭവം. തുണിക്കടയ്ക്കകത്ത് എങ്ങനെ ഈ സാധനങ്ങൾ വിൽക്കുന്നത്? എന്നുവെച്ചാ പേരിന് വേണ്ടി കുറച്ച് ചരവും 2-3 നൈറ്റികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അകത്ത് പോയി അവിടെയുള്ള എല്ലാവർക്കും ഇതറിയും. കൂടുതലും ബംഗാളി പയ്യന്മാര് ജോലി കഴിഞ്ഞ് വന്ന വരി സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴാണ് വാങ്ങിച്ചിട്ടുണ്ട് പോകണം. അതിനകത്ത് പേരെന്തൊക്കെയാണ്? ഭാര്യയുടെ പേര് രമണി. ഇപ്പൊ പിടിച്ചതല്ലോ, ഒരാഴ്ചകൾ പിടിച്ചത്. രമണി. ഭർത്താവിന്റെ പേര് മോഹനൻ. ഇവർക്ക് മക്കളൊക്കെ ഉണ്ടോ? മക്കളൊക്കെ ഉണ്ട്. മോക്ക് പിന്നെ സ്കൂട്ടറിൽ കൊണ്ട് സാധനങ്ങള് ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക. മോളുടെ ജോലി പഞ്ചായത്തിന്റെ ADS സ്ഥാനവും ഉണ്ട്. എന്നിട്ട് അവള് അമ്മയുടെ കടയിൽ വരും, കുറച്ച് എടുത്തെന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയാ 3 ലിറ്ററോ എത്ര വെക്കാൻ അധികാരമുണ്ട് എന്നൊക്കെയാണ് അവരിവിടെ കിടന്ന് പറയുന്നത്. ഇപ്പോഴും ഈ പിടിക്കാൻ വരുന്ന സമയത്ത് ഇവർ നിയമ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ പറയും, വരെയാണെന്ന് പറയുമ്പോൾ ഇവർ ഈ സാധനങ്ങൾ മാറ്റി അടുത്തുള്ള കാട് കയറി കിടക്കുന്ന പ്രോപ്പർട്ടിയുടെ അവിടെ എവിടെയെങ്കിലും കൊണ്ട് മറച്ച് വെച്ച് ഫോൺ ചെയ്യുമ്പോൾ ഇന്നടുത്ത് വരാൻ പറയും. അവിടെ കൂടെ അങ്ങ് വിൽക്കുക. കണ്ടവന്റെ പുരയിടത്തിനകത്ത് അത്രയും കൊണ്ടിട്ട് അങ്ങനെ. അത് രാത്രിയൊക്കെ മദ്യം ചോദിക്കാൻ രാത്രി വിൽപ്പനയുള്ളതുകൊണ്ട് 12-1 മണിയായാലും വീട്ടിനകത്ത് വിൽപ്പനയുള്ളതുകൊണ്ട് വീടറിഞ്ഞിടത്തൊരു അയൽവക്കത്തുള്ള വീടുകളിലെ ഡോറിലാണ് വന്ന് തട്ടുന്നത്. അവരെന്നിട്ട് വിറ്റിട്ട് അവരുടെ ഒരു അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞു ഞങ്ങളത് ഇപ്പോഴിങ്ങ് വന്നിരിക്കുകയാണ്, ഞങ്ങൾ പിടിച്ചോണ്ട് പോകണേ ഡബിൾ സ്പീഡോടും കൂടെയാണ് അടുത്ത കച്ചവടം നടത്തുന്നത്. നിയമ സ്റ്റേഷനിൽ അവർക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. SI ആണെങ്കിൽ ഒരു പൊക്കമുള്ള ഒരു SI ആണെന്നുണ്ടെങ്കിൽ അയ്യോ എന്ത് പറഞ്ഞാലും വായും തുറക്കത്തില്ല, കണ്ണും തുറക്കത്തില്ല. അദ്ദേഹം എന്താണ് നിലപാടെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അതിന്റെ ഫ്രണ്ടില് കാരിക്കുഴി എന്ന് പറഞ്ഞ റോഡിൽ അച്ചൂസ് എന്ന് പറയുന്ന സ്റ്റോറിൽ ശംഭു ഇഷ്ടം പോലെ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ പയ്യന്മാര് അവിടെ വരും. എന്തോ സ്പ്രൈറ്റോ എന്തോ അതിനകത്ത് പകുതി സ്പ്രൈറ്റും പകുതി മദ്യമായിട്ട് കലർത്തിയാണ് അവള് വിൽക്കണത്. അവളുടെ പേര് സുനിത എന്നാണ്, അവളെ ഭർത്താവിന്റെ പേര് ഷിബു എന്നാണ്. അവളെ ഇതുവരെ പിടിച്ചിട്ടില്ല. അവള് വർഷകാലം കൊണ്ട് വെച്ചാൽ വർഷകാലം കൊണ്ട് ആ കട തുടങ്ങിയ കാലം തൊട്ട് മദ്യം കലർത്തി വിൽക്കുന്നു. പകുതി സ്പ്രൈറ്റ് അത് ഈ പയ്യന്മാർക്കെല്ലാം അങ്ങനെ കൊടുക്കുന്നത് അവർക്ക് താല്പര്യമായതുകൊണ്ട് ആര് നോക്കിയാലും സ്പ്രൈറ്റ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ കുപ്പിയിൽ പകുതി മദ്യം പിന്നെ ഇത് സ്പ്രൈറ്റ് മാറ്റി വെച്ച് ഇവർക്ക് ആവശ്യമുള്ള സാധനം പൊട്ടിച്ചതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് സ്പ്രൈറ്റ് കൊടുക്കും. പോരാണ്ട് ആര് നോക്കിയാലും പെപ്സി സ്പ്രൈറ്റ് കൊടുക്കുന്നു. ഇതാണ് അവരുടെ നിലപാട്. അപ്പൊ ഇത്രയും ആൾക്കാർ, എന്തുമാത്രം ആൾക്കാർ വിളിച്ചപ്പോ പയ്യന്മാര് ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യന്മാരും ഒരു വീടുകളിലും നല്ല നിലപാടിൽ പോകുന്നില്ല. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളാണ്. ഈ പിള്ളേർ ഷെയറിട്ട് കഴിച്ചിട്ട് വീടുകളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അമ്മമാര് കണ്ണുനീരാണ്. എന്നുവെച്ചാൽ ഇവർക്ക് അവരിപ്പോ മദ്യം അവർ കഴിക്കണവർ എവിടെയാലും പോയി കഴിക്കും. പക്ഷെ ഈ കയ്യെത്താൻ ദൂരത്ത് കിട്ടുന്നത് കൊണ്ടാണ് വീടുകളിലൊക്കെ പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ ബാറിലൊക്കെ ആണെങ്കിൽ ദൂരെയൊക്കെ പോയി ചെന്ന് വാങ്ങിയാലല്ലേ ഉള്ളൂ. ഇത് തൊട്ട് നടയിൽ കിട്ടുകയാണ്. ഒരു നേരെ ആകുമ്പോഴേ പയ്യന്മാര് ക്യൂ ആയിട്ട് നിന്ന് ഷെയറിട്ട് വാങ്ങിച്ച് കഴിക്കണം കണ്ട ഹൃദയം പൊട്ടിപ്പോവും. അത്ര പ്രശ്നങ്ങൾ. നമ്മുടെ മക്കളാരും ഇത് കഴിക്കുന്നില്ല. പക്ഷേ മറ്റുള്ള പിള്ളേർ കഴിക്കുന്ന കാണുമ്പം അവരുടെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഇത് നിയമ സ്റ്റേഷനിലുള്ളൊരു അറിവോടും കൂടെ തന്നെയാണ് ഈ കച്ചവടം അവിടെ നടത്തുന്നത്. എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞ് അയാളെ ഇപ്പോഴും ഇവർ കൈവയ്ക്കാനൊക്കെ ഉള്ളവർ ഒരു കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഇവർ പോലീസ് വരുന്ന നോക്കാനും പിന്നെ ആൾക്കാർ വരുമ്പോൾ ആ ചേച്ചി ഇപ്പം വരും അടുത്ത് വിൽക്കാമെന്നും അടുത്ത് വരും ഇപ്പം തരുമെന്ന് പറഞ്ഞു നിർത്താനൊക്കെ അവർക്ക് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ പേരുകൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പാടെ ഇവിടെ ഒന്ന് പറയും. പിന്നെ കൂടോടും കൂടെ വീട്ടിൽ കയറി ഗുണ്ടായിസം. നമുക്ക് മക്കളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ ഇത് നിർത്തലാക്കിയാൽ നിയമ സ്റ്റേഷനിൽ നിന്നൊരു പരിഹാരം ഉണ്ടാകത്തില്ല. വെളിയിൽ നിന്ന് എവിടെന്നെങ്കിലും കൺട്രോൾമെന്റിൽ നിന്ന് എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. നിയമ സ്റ്റേഷനിൽ നിന്ന് ഒരു നീതി ഇവിടെ കിട്ടൂല. ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടാകുകയും പോലീസ് സംവിധാനത്തെ ടൈറ്റ് ചെയ്യുകയും മാധ്യമങ്ങൾ ജാഗരൂകരാകുകയും ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്താൽ യാതൊരു സംശയവും വേണ്ട, ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിവേര് നമുക്ക് അറക്കുവാൻ സാധിക്കും, ഒരുമിച്ച് പ്രയത്നിച്ചാൽ. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.